ഹായ് നമസ്കാരം. ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാനും മോനും ഒരു ദിവസം രാത്രി ടയർ പഞ്ചറായിട്ട് പെട്ടുപോയിട്ടുള്ള ഒരു കഥയാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ള യാത്ര ധനുഷ്കോടി കണ്ട് അടിച്ചു പൊളിച്ച് തിരിച്ച് ബാംഗ്ലൂരേക്കുള്ള യാത്രയിലാണ്. രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് മധുരയിൽ സ്റ്റേ അടിക്കണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വില്ലേജ് പോലുള്ളൊരു ഏരിയ എത്തുന്നുണ്ട്. എക്സാക്റ്റ് ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല. രാമനാഥപുരമാണ് ഏരിയ. അവിടെ എത്തിയപ്പോൾ രാത്രി ശനിയാഴ്ചയാണ്. രാത്രി ടയർ പഞ്ചറായി. ഏകദേശം 8 മണിയായപ്പോൾ ടയർ പഞ്ചറായി. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിലൊന്നും ഒരു പഞ്ചർ കടകൾ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തലേന്ന് ഞായറാഴ്ച പൊതുവെ ലീവായതുകൊണ്ടും ശനിയാഴ്ച വൈകുന്നേരത്തെ തണ്ണിയടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും വിളിച്ചിട്ട് അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഞാനും മോനും ഒരു കൂരാക്കൂരിട്ടിൽ റോഡ് സൈഡിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. മധുരയിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. തൊട്ടടുത്തൊന്നും ഒരു റൂമൊക്കെ ഉള്ള ഒരു ടൗണൊന്നും കാണുന്നില്ല. മധുരയാണ് ഏറ്റവും നിയറസ്റ്റ് സിറ്റി ആയിട്ട് കാണിക്കണേ. അപ്പോൾ പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് 2 അടിപൊളി പയ്യന്മാർ നമ്മുടെ എന്താ പറയുക, നമ്മളൊരു സഹായിക്കാൻ പറഞ്ഞു വിട്ട പോലെ 2 പേരും ഒന്ന് എന്താ ഭായി പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ ടയർ പഞ്ചറായൊക്കെ കണ്ടപ്പോൾ ഇന്നൊരു ഓപ്ഷനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എന്നെയും മോനെയും അവർ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ നിന്നൊരു ചായക്ക് മേടിച്ച് തന്നിട്ട് അവരെ 2-3 ഫ്രണ്ട്സിനും കൂടെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്തിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി ഞങ്ങളെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് രാത്രി ഡിന്നറൊക്കെ മേടിച്ചു തന്നു. പിറ്റേന്ന് രാവിലെ അവർ തന്നെ ബൈക്ക് കൊണ്ടുപോയി പഞ്ചറൊക്കെ ഒട്ടിച്ചു കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്ന് അടിച്ചു പൊളിച്ച് യാത്രയാക്കി. ആ ഒരു വീഡിയോ ആണ്, ചെറിയ വളരെ ഷോർട്ടായിട്ടുള്ള. രാവിലെ ഞങ്ങൾ വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഒരു വീഡിയോ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടുപോയി കിടന്ന സമയത്ത് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കൂടെ നിന്നതിന്, ഞങ്ങളുടെ ഒരു ദിവസം താമസിക്കാൻ സൗകര്യം തന്നതിന്, ഭക്ഷണം മേടിച്ചു തന്നതിന്, സ്നേഹം തന്നതിന് നന്ദി. റെഡി? தெரியுது ஃப்ரெண்ட்ல. ஆமா ஃப்ரெண்ட் வியூ. பேரு தினேஷ். സബറുദ്ദീൻ സുദർശൻ. ദിനേഷ് and സുദർശൻ. ഇല്ല, ഇവരെ 2 പേരും മൈൻഡിൽ ഇருக்கு. നിങ്ങളെ ദിനേഷ് മൈൻഡിൽ ഇല്ല. ദിനേഷ് ഡികെ. ரெடி? போலாமா? அவ்வளவுதான். அவளே சொன்னது ரொம்ப என்ஜாய் பண்ணிட்டு இருக்கு பாப்பா இங்கே விட. நேற்று ரொம்ப சூடுன்னு சொல்லியிருக்கு. இன்னைக்கு என்ன சொன்னேன்னா நான் ரொம்ப நல்லா என்ஜாய் பண்ணிட்டு இருக்கேன், இப்போவே போனோமான்னு கேட்டேன். நீங்கள் வர்றதுக்கு முன்னாடியே பிஃபோராகவே பிளான் பண்ணி சொல்லிட்டீங்கன்னா ரெடி பண்ணிடலாம். கண்டிப்பாக போகலாம். பிளானிங் நிறைய பிளேஸ் நிறையா இருக்குது, ஹிடன் பிளேஸ். வேகம் குடிச்சிட்டு வைக்கு வீடியோ. ഭയങ്കര വേർത്തിരിക്കുന്നുണ്ടോ? கீழே வா, நான் ஒரு ஹக் பண்ணது. എല്ലാവരോടും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് യാത്ര തിരിച്ചു. വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഹൃദയത്തിൽ നിന്നും. ഒരു രാത്രി മാത്രമാണ് കൂടെ കഴിഞ്ഞതെങ്കിൽ കൂടെയും ഒരിക്കലും മറക്കാത്ത ഒരുപാട് ഓർമ്മകൾ തന്നതിന്, സ്നേഹം തന്നതിന്, ചേർത്ത് പിടിച്ചതിന് എല്ലാത്തിനും നന്ദി.